മേലാർക്കോട് മുഹിയുദ്ദീൻ ജുമാഅത്ത് ചീനിക്കോട് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ആലത്തൂർ ഇൻസ്പെക്ടർ ടി.എൻ. ഉണ്ണികൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കെ.ഡി. പ്രസേനൻ എം.എൽ.എ, മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി. വത്സല, വൈസ് പ്രസിഡന്റ് മൻസൂർ അലി, ജില്ലാ പഞ്ചായത്ത് അംഗം രജനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭാകരൻ, CPM ഏരിയ സെക്രട്ടറി ഭവദാസൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സാമുദായിക സംഘടനാ ഭാരവാഹികൾ, മഹല്ല് പ്രസിഡന്റ് എ. അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി മുഹമ്മദ് മലങ്ക്, മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ജാതിമത വേർതിരിവുകൾക്ക് അതീതമായി നോമ്പ് നോക്കുന്ന മാസമാണ്. പലപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ അപൂർവമായിട്ടെങ്കിലും ഇപ്പോഴും വരുന്നുണ്ട്. ഈ കേരളത്തിൽ അത് ഇനിയും വർദ്ധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. വളാഞ്ചേരിയിലെ ഒരു ഗോപാലകൃഷ്ണത്തെ 37 വർഷമായി അദ്ദേഹം നോമ്പ് നോക്കി. അദ്ദേഹം തൻ്റെ നാട്ടുകാർ സഹകുടുംബാംഗങ്ങൾക്കൊപ്പം ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്ന വാർത്തയും ചിത്രവും സഹിതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചാനലുകളിൽ വന്നത്. ഞാനിപ്പോൾ നിയമസഭാ സമ്മേളനം അവസാനിച്ചാണ് ഇന്ന് ഈ നോമ്പ് തുറയിലെത്തിയത്. നിയമസഭയിൽ ഏതാണ്ട് എല്ലാ ദിവസവും നോമ്പ് തുറ സംഘടിപ്പിച്ചിരുന്നു. അവിടെ പാളയം പള്ളിയിൽ ഈ പ്രവർത്തനയ്ക്ക് എത്തിച്ചേരുന്ന MLA-മാരിൽ പലരുമുണ്ട്. ആ കൂട്ടത്തിൽ ആലപ്പുഴയിലെ ചിത്തരഞ്ജൻ MLA അവിടെ മുറതെറ്റാതെ എല്ലാ ദിവസവും നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പാളയം പള്ളിയിൽ എത്തിച്ചേരാറ്. UTV ന്യൂസ്, പാലക്കാട്.